ഇന്നിപ്പോ ഒരു ബോംബ് പൊട്ടിയിരിക്കുന്നത്. കെ.സി. വേണുഗോപാലിന് കേന്ദ്രം കേരളത്തിലെ നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ അനുമതി കൊടുത്തിരിക്കുന്നു. ഇതാ ഇപ്പൊ വന്ന ന്യൂസാ. ഇത് തീർച്ചയായും ഈ 9 ആളും ഞെട്ടും. പോരാത്തതിന് കേരളത്തിലെ കോൺഗ്രസിന്റെ ഉള്ളിലും മുസ്ലിം ലീഗിന്റെ ഉള്ളിലും വലിയൊരു ബോംബാണ് പുകയാൻ പോകുന്നത്. ഇനി ഇത് പൊട്ടിത്തെറിച്ച് എന്തൊക്കെ പീസുകൾ ഏതൊക്കെ വഴിക്കാണ് തെറിച്ചു പോവുക എന്ന് ഇനി അടുത്ത ഈ വരും ദിവസങ്ങളിൽ കാണാം. ഒരു കാര്യം ഉറപ്പാണ്, കെ.സി. വേണുഗോപാൽ നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ, അദ്ദേഹം ജയിക്കുമ്പോൾ, ഇവിടെ അഥവാ UDF വന്നാൽ ഇപ്പോ കാസർഗോഡ് മുതൽ എന്താ പറയില്ല ജീവനും കളഞ്ഞ് ഒരു യാത്രയൊക്കെ നടത്തി തിരുവനന്തപുരത്ത് എത്തുമ്പോ അവിടെ കേൾക്കുന്ന ബോംബാണ് ഇപ്പൊ ഈ കാണുന്ന ബോംബ്. അപ്പൊ സതീശനും രമേശനും മുരളീധരനും ഒക്കെ ഇപ്പോ വല്ലാത്ത ഒരു അങ്കലാപ്പിലായി പോയി എന്നതിന് യാതൊരു സംശയവുമില്ല. കെ.സി. വേണുഗോപാലിന്റെ ഈ മത്സരം ഹൈക്കമാൻഡ് എടുത്ത ഈ തീരുമാനം, ഞാനിത് വേറെ രീതിയിലാണ് കണ്ടത്. പക്ഷെ ഇത് മുന്നേ കൂട്ടിയ ബോംബ് പൊട്ടിച്ചു. ഞാൻ വിചാരിച്ചത് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് അഥവാ ഭൂരിപക്ഷം UDF കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് ഒരു മുഖ്യമന്ത്രി കയറിൽ തൂക്കി ഇവിടെ ഇറക്കുന്നാണ് ഞാൻ അന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇത് അതിനും അപ്പുറത്തേക്ക് പോയി. ഇതാ നേരിട്ടിട്ട് ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ തന്നെ കേന്ദ്രം തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്പോ ഇവിടെയുള്ള ഈ കുപ്പായം അടിച്ച നടക്കുന്ന ഈ സതീശനും രമേശനും മുരളീധരനും രാമചന്ദ്രനും സുധാകരനും ഒക്കെ ഇപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഫോണുകൾ വിളി തുടങ്ങും. നാളെ ഓട്ടം തുടങ്ങും. ഇനി അടുത്ത ഓടിയിട്ട് എവിടെ പോയി ചാടുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.